കുട്ടികളെ രക്ഷിക്കാൻ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്ന് MLA ചാണ്ടി ഉമ്മൻ പള്ളുരുത്തി ഭവാനീശ്വരം മഹാക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് വിപത്ത് കേരളത്തെ വരിഞ്ഞുമുറുക്കുകയാണെന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കേണ്ടതുണ്ടെന്നും MLA ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കാലം പണ്ടത്തെ പോലെ അല്ല എന്നുള്ളൊരു ദുഃഖം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. പ്രത്യേകിച്ച് ഡ്രഗ്സ് എന്ന് പറഞ്ഞ മഹാമാരി കേരളത്തെ കടന്നു പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു മുട്ടായി പോലും ആരെങ്കിലും തന്നാൽ, എനിക്ക് പറയാൻ വിഷമമുണ്ട്, ഒരു മുട്ടായി പോലും ആരും തന്നാൽ മേടിക്കരുത്. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു മുട്ടായി എങ്കിലും ഇരിക്കുന്ന കണ്ടാൽ എടുക്കരുത്, അത് കഴിക്കരുത്. കൊച്ചു കുട്ടികളാണ്, അറിയാതെ ചെയ്യുന്നിരിക്കും, എനിക്കറിയാം. ഞാൻ വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. എന്റെ മണ്ഡലത്തിലെ ഒരു കുട്ടി LKG പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി അവൻ 10ാം ക്ലാസ്സുകാർ തലേ ദിവസം പോയി ഒരു സ്കൂളിൽ അല്ലെ ക്ലാസ്സിൽ പോയി ഒരു മുട്ടായി ഇരിക്കുന്നുണ്ടോ, ആ മുട്ടായി കഴിച്ചു. പിന്നെ അവൻ മണിക്കൂറുകളാണ് കിടന്നുറങ്ങിയത്. ICUയിലേക്കാണ് കൊണ്ടുപോയത്. 12 മണിക്കൂർ 12 ദിവസം ICUയിൽ കിടന്നു. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ കുട്ടി ഇന്നും ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ഉത്സവം നടക്കുമ്പോൾ നമുക്ക് പ്രതിജ്ഞ എടുക്കേണ്ടത് നമ്മുടെ മക്കളെ സംരക്ഷിക്കുക, ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മക്കളെ സംരക്ഷിക്കുക. ഈ നാടൊന്നായി പ്രതിജ്ഞ എടുക്കേണ്ടത് ഈ നാടിന്റെ മക്കളെ സംരക്ഷിക്കുക. ആരെങ്കിലും ഈ തരത്തിൽ നമ്മുടെ നാടിനെ നശിപ്പിക്കുവാൻ മുന്നോട്ട് വന്നാൽ അവർക്കെതിരെ പ്രതികരിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ഗുരുദേവനും നമ്മളോട് പറയുന്നത് തന്നെയാണ്, തിന്മകൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാ. അദ്ദേഹം ജീവകാലം മുഴുവൻ ചെയ്തതും സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാ. സമൂഹത്തെ ഐക്യമുണ്ടാക്കുക എന്നുള്ളതാ, സമത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗുരുദേവൻ ആഗ്രഹിച്ചത്. ഇന്ന് ആ സമത്വത്തിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള തിന്മകൾക്കെതിരെയും പ്രതിരോധിക്കുവാൻ ഗുരുദേവൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ജയിക്കാനും തോൽക്കാനും പഠിപ്പിക്കാം. അവരെ പഠനത്തിലും അതുപോലെ തന്നെ സ്പോർട്സിലും അവർക്ക് പഠനവും അതുപോലെ തന്നെ ഗെയിംസും ഒരേപോലെ പ്രാധാന്യത്തോടെ നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കണം. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്നത് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നുവെന്നും പുതിയ കാലത്ത് അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ പോരാടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MV ബെന്നി യോഗത്തിൽ അധ്യക്ഷനായി. ഒരു ശ്രീഭവാനീശ്വരനെ കുറിച്ചുള്ള ഈ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയ സന്ദർഭത്തിൽ എഴുതിയ ഒരു പഞ്ചകം 5 ഖണ്ഡങ്ങളായിട്ടുള്ള കവിത ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. അത് പലപ്പോഴും നമ്മളവിടെ കയറും അങ്ങോട്ട് വരുമ്പോഴേക്കും അതിന്റെ പ്രാധാന്യം പലർക്കും അറിഞ്ഞുകൂടാ. ആ ക്ഷേത്രത്തില് ശ്രീഭവാനീശ്വര പഞ്ചകം എഴുതിയിട്ടുള്ളത് എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യം, അത് ശ്രീനാരായണ ഗുരു എഴുതിയ പഞ്ചകം. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി, ശ്രീധർമ്മ പരിപാലന യോഗം പ്രസിഡന്റ് KV സരസൻ, ദേവസ്വം മാനേജർ KR മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലുള്ള 10,000-കണക്കിന് ക്ഷേത്രങ്ങളുടെ സങ്കേതങ്ങളിലും പരിസരത്തുമൊക്കെ ഇത്തരം സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അവിടെയൊന്നും സംസ്കാരത്തെ പറ്റിയോ ഈ സംസ്കാരത്തിന്റെ ഉടമകളായ മനുഷ്യരെ പറ്റിയോ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയോ ഒന്നും ചർച്ച ചെയ്ത് മിക്കവാറും കേൾക്കാറില്ല. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരമാണ് നമ്മുടേത്. പക്ഷേ നമ്മുടെ നാട്ടില് ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മുടെ ഈ സംസ്കാരത്തോട്, നമ്മുടെ പൂർവികന്മാരോട് ഒക്കെ വലിയ താല്പര്യമില്ലാതെ കാണപ്പെടാറുണ്ട്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, മറിച്ച് അവരെ അങ്ങനെയാണ് നാം പരിശീലിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.